മീനുകളെ നമുക്ക് ജീവനോടെ കൊണ്ട് ടാങ്ക് ഇറക്കണം. അതിന് വേണ്ടി ഞങ്ങൾ തിരിച്ച് പോകുന്നു. ചേട്ടാ മീനുണ്ട്. എന്താ ഊരാണ് നിങ്ങളൊന്ന് സൈസുണ്ടേ. എന്റെ ദൈവമേ, ഞാൻ സൈസ് കേട്ടോ, ഹെവി സൈസ്. ഇതുണ്ടോ നമ്മളെ കയ്യെ ഒന്നുമല്ല, 2 കയ്യേക്കാളും വലിപ്പമുള്ള സാധനം. രക്ഷയില്ല, സൂപ്പർ സ്ഥലമാണ്. വല എടുത്തിട്ടിട്ട് തപ്പിയാലോ? വല ഇട്ടില്ല, അത് പോവും. ഇവിടെ കയറ ഉണ്ടാക്കണോ? കിട്ടേ എന്താ ഊരാണ് നിങ്ങൾ കണ്ട സൈസ് കണ്ടേ? പക്ഷെ എന്റെ ദൈവമേ, ഇതാണ് സൈസ് കേട്ടോ, ഹെവി സൈസ്. ഇതുണ്ടോ നമ്മളെ കയ്യെ ഒന്നുമല്ല, 2 കയ്യേക്കാളും വലിപ്പമുള്ള സാധനം. ചാക്കിനകത്ത് കയറ്റി കേട്ടോ, കരയ്ക്കൊക്കെ ഉണ്ട്. വിശദമായിട്ട് കാണിച്ചു തരാം. ചാക്ക് പിടിച്ചാൽ താക്ക് 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 താക്ക്. ഇപ്പഴാണ് മനസ്സിലായത്. നാളിക്കത്തിട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ട സാധനത്തെ കണ്ട? പക്ഷെ എൻ്റെ ദൈവമേ, നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സിലോപ്പി നമ്മൾ പിടിക്കുന്നത്. എൻ്റെ അവന് 1 കിലോ ഒന്നൊന്നുമല്ല, 1.5 കിലോ സാധനമുണ്ട്. അടിപൊളി ഐറ്റം. വേറെ ഉണ്ടോ നോക്കട്ടെ. കൈ എടുക്കാത്ത ഞാനതാ പറഞ്ഞ ഇതിനങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. സിലോപ്പിയുടെ വിഷയം കരിവിൻ്റെ ഇവിടുത്തെ വെള്ളം പറ്റി, മഴവെള്ളം കയറിയായിരുന്നു. ഇപ്പോൾ സിലോപ്പിയെ കണ്ട് ഞങ്ങൾ തപ്പിയത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിന് വരപ്പുണ്ടായിരുന്നു. രണ്ട് മീനുണ്ടാ? കറക്റ്റ് വീണ കൊണ്ടാണ് ഇത്രയും നേരം മീൻ കിട്ടാന്. പോയത് വല കുരുങ്ങാഞ്ഞാണ്ടാണ് ഇത്ര നേരം മീൻ കിട്ടാൻ. വിജയശ്രീ ലാളിതനായി അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. എന്തോ ഒരു സാധനം അതായിട്ട് വരുന്നുണ്ട്. 6 എണ്ണത്തിലെ 2 എണ്ണത്തെ കൂട്ടി എന്തോ ചപ്പൻ തോന്നി.
റിലീസ് റിലീസിങ് വീഡിയോ എടുത്തില്ല. വീഡിയോ ഓൺ ചെയ്യാതെ അവിടെ വെച്ചോണ്ടിരുന്ന എത്ര നേരം? വീഡിയോ ഓൺ ചെയ്യാതെ ഞാൻ വിളിച്ചോണ്ടി ഒരാൾ കൊടുക്കാനുള്ളത് ഇന്നത്തെ താരം ഇതിനകത്ത് കിടക്കണേ ഉള്ളു. രവി കിടക്കാനുള്ള വെള്ളമുണ്ട്. കൂട്ടത്തിൽ 2 തോളിയും പിന്നെ കുറച്ച് പൊടിയനും കിട്ടിയിട്ടുണ്ട്. ഇവനെ നമുക്ക് ജീവനോടെ കൊണ്ട് ടാങ്ക് ഇറക്കണം. അതിന് വേണ്ടി ഞങ്ങൾ തെറിച്ച് പോകുന്നു. ചേട്ടാ മീനുണ്ട് വാ. പിന്നെ എന്തോ കടപ്പ കണ്ട എത്രയുണ്ടോ? അത് 1.5 കിലോ ആണല്ലോ. എന്തായാലും ആഴ്ചയിൽ ഇച്ചിരി ഉണ്ടെങ്കിലും